നമസ്കാരം. ഫോർദുക ന്യൂസിലേക്ക് സ്വാഗതം. റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടയിൽ ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ച് കേന്ദ്ര സർക്കാർ. നിരവധി പേര് ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ച് സൈന്യത്തിൽ ചേർത്തതായും വെളിപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്രം. ഇപ്പോൾ ഇവരുടെ മോചനത്തിനായി ഇടപെടുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ അറിയിച്ചു. വിദ്യാർത്ഥികളടക്കം നിരവധി ഇന്ത്യക്കാരെ കബളിപ്പിച്ച് റഷ്യൻ സൈന്യത്തിൽ എടുത്തതായി കഴിഞ്ഞ ദിവസം മാധ്യമ വാർത്തകൾ ഉണ്ടായിരുന്നു. പലരും യുദ്ധമേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ജോലിക്കു വേണ്ട സഹായങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് യുദ്ധമുന്നണിയിലുള്ള സൈന്യത്തിലേക്ക് റിക്രൂട്ട് നടത്തുന്നതായിരുന്നു വെളിപ്പെടുത്തൽ. ഇതിലാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ വിശദീകരണം പുറത്തുവരുന്നത്. റഷ്യൻ സൈന്യത്തിന്റെ ഉപവിഭാഗങ്ങളുമായി ഏതാനും ഇന്ത്യക്കാർ കരാറിൽ ഒപ്പുവെച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് രൺധീർ പ്രസ്താവനയിൽ അറിയിച്ചു. ഇക്കാര്യം ഇന്ത്യൻ എംബസി നിരന്തരമായി റഷ്യൻ വൃത്തങ്ങളോട് ഉണർത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വേണ്ട ജാഗ്രത പാലിക്കണമെന്നും സംഘർഷ മേഖലയിൽ നിന്ന് മാറണമെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈദരാബാദ് സ്വദേശിയായ സൂഫിയാന്റെ കുടുംബം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. AIMIM നേതാവ് അസറുദ്ദീൻ ഉവൈസിയും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ഉവൈസി വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. തട്ടിപ്പ് നടത്തുന്ന ഏജന്റുമാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഉവൈസി വിദേശകാര്യമന്ത്രി S ജയശങ്കറിനെ കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. ബാബ വ്ലോഗ്സ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഫൈസൽ ഖാൻ എന്നയാൾ വഴിക്കാണ് സഹോദരൻ റഷ്യയിലെത്തിയതെന്നാണ് സൂഫിയന്റെ സഹോദരൻ ഇമ്രാൻ പറഞ്ഞത്. റഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് കൊണ്ടുപോയതെന്നും എന്നാൽ ഒടുവിൽ സൈന്യത്തിൽ നിർബന്ധിച്ച് ചേർത്തിരിക്കുകയാണെന്നുമാണ് പരാതി ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ 9 ഇന്ത്യക്കാർ യുക്രൈൻ അതിർത്തിയിൽ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് വിവരം. ഇവരുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. യുദ്ധത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലാണ് ഇവരുള്ളതെന്നാണ് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത്. എന്തായാലും ഇന്ത്യയിൽ നിന്ന് ജോലി തേടി പുറത്തേക്ക് പോയ യുവാക്കൾക്കാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. യുദ്ധമുഖത്ത് നിന്നും ഇവരെ രക്ഷിച്ച് തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.